പ്രകൃതിയിൽ നിശബ്ദമായിട്ട് ഇരിക്കാൻ സമയം കണ്ടെത്തണം. പൂക്കളെയും ആ പൂവിൻ്റെ സുഗന്ധത്തെയും ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. നിശബ്ദമായി ഇരുന്നിട്ട് നമ്മൾ നമ്മളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത്, നമ്മളുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ വികാരങ്ങൾ, ഭാവങ്ങൾ എല്ലാത്തിനെയും സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഒരു പൂന്തോട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിശബ്ദമായി ഏകാഗ്രമായിട്ട് ഇരിക്കുക. എന്നിട്ട് ചുറ്റുപാടും വെറുതെ നോക്കുക മാത്രം ചെയ്യുക. ഒഴിഞ്ഞ മനസ്സോടെ നോക്കുക. ആ ഒഴിഞ്ഞ മനസ്സോടെ നമ്മൾ നോക്കുന്ന സമയത്ത് സമാധാനം നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതേപോലെ നമ്മുടെ ചിന്തകളെ നമ്മൾ ശുദ്ധമാക്കണം. ചിന്തകൾ ശുദ്ധമാകുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. ശാരീരിക തലത്തിൽ ഈ ഒരു ശുദ്ധി ഉണ്ടാവും. ഈ ഒരു ശുദ്ധത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ശുദ്ധമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവും. ശുദ്ധമായ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉണ്ടാവും. നമുക്ക് വളരെയധികം സമാധാനം അത് നൽകും. ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് സമാധാനപ്പെട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു ചെറിയ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നത്. ആ സമാധാനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അവബോധത്തോടെ പൂർണ്ണ ശ്രദ്ധയോടെ ഈ നിമിഷത്തിൽ ലയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ